മമ്മൂട്ടിയെ നായകനാക്കി ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത ഫയർമാൻ തിയേറ്ററുകളിലെത്തി. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ ഓൾറെഡി ഹിറ്റായിരുന്നു. ഒരു നഗരത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തീപിടുത്തവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത്. വിജയ് എന്ന ഫയർ ഫൈറ്ററുടെ വേഷമാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ ചെയ്യുന്നത്. ഉണ്ണി മുകുന്ദൻ വിജയുടെ സഹായിയായി എത്തുന്നു. രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ വിജയും സംഘവും നേരിടുന്ന ബുദ്ധിമുട്ടുകളും യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഫയർഫോഴ്സുകാരന്റെ അപകടം നിറഞ്ഞ ജോലിയുടെ സ്വഭാവവും ഒരു പ്രേക്ഷകന്റെ ഉള്ളിൽ ആകാംക്ഷ ജനിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സംവിധായകന് കഴിഞ്ഞു എന്നത് ഒരു വാസ്തവം. കമ്മീഷണർ ഷെറിൻ തോമസിന്റെ വേഷത്തിൽ നൈല ഉഷ എത്തുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ വിജയും സംഘവും നേരിടുന്ന പ്രശ്നങ്ങളും കമ്മീഷണർ ഷെറിൻ തോമസിന്റെ ശക്തമായ പോലീസ് കഥാപാത്രവും ചിത്രത്തിൽ പ്രേക്ഷകരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നവയാണ്. മമ്മൂട്ടി എന്ന മഹാനടൻ ഒരിക്കൽ കൂടി മലയാള സിനിമയിൽ തന്റെ പകരം വെക്കാനാവാത്ത അഭിനയശേഷി കാഴ്ചവെച്ചിരിക്കുന്ന ചിത്രമാണ് ഫയർമാൻ. മലയാള സിനിമയിൽ നവാഗത സംവിധായകരുടെ കടന്നുവരവ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഘടകമാണ്. കഴിഞ്ഞ വർഷം എബ്രിഡ് ഷൈൻ, ജൂഡ് ആന്റണി ജോസഫ്, ബിനു സദാനന്ദൻ, രജീഷ് മിഥില, പ്രമോദ് പയ്യന്നൂർ തുടങ്ങി 30ഓളം ന്യൂ ഡയറക്ടേഴ്സാണ്